ഇപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ രാമായണത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നേരെ ഈ വിളക്ക് എപ്പോഴും കൊളുത്തുന്നപ്പോഴാണ് ഓം ശ്രീരാമചന്ദ്രായ നമ. രാമായണം വായിച്ചു കഴിഞ്ഞാൽ രാമായണത്തിലെ ആ കാര്യത്തിൻ്റെ പ്രധാനമനുസരിച്ചിട്ട് വീട്ടിലുണ്ടാകുന്ന നമ്മുടെ ഗ്രഹജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രാമായണത്തിൻ്റെ ആ പറഞ്ഞു വരുന്നതായിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീടുകളിൽ നേരെ രാമനെ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ സന്ധ്യാദീപം കൊളുത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദീപം രാവിലെയും കൊളുത്തും വൈകുന്നേരവും കൊളുത്തും. അപ്പോൾ രാമായണത്തിലൂടെ അത് പറയുമ്പോൾ രാവിലെ നമ്മൾ കിഴക്കോട്ട് ഉള്ള ദീപം കൊളുത്തുക, വൈകുന്നേരം പടിഞ്ഞാറോട്ട് ഉള്ള ദീപം ആദ്യം കൊളുത്തണം എന്നാണ് പറയുന്നത്. കാരണം സൂര്യനാണ് രാമൻ സൂര്യവംശത്തിൽ ജനിച്ചതായിരിക്കുന്ന ശ്രീരാമേന്ദ്ര സ്വാമികൾ. അപ്പോൾ കിഴക്കോട്ട് 2 തിരിയിട്ട് കത്തിക്കുന്ന സമയത്ത് ആദ്യത്തെ തിരി രാവിലെ കത്തിക്കുമ്പോൾ അത് കിഴക്കോട്ട് കത്തിക്കണം, വൈകുന്നേരം കത്തിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള തിരി കത്തിക്കണം. അതാണ് അതിൽ എടുത്തു പറയുന്നതായിരിക്കുന്ന കാര്യം. അപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തണം, രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തണം എന്നാണ്. അപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ രാമായണത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നേരെ ഈ വിളക്ക് എപ്പോഴും കൊളുത്തുന്നപ്പോഴാണ് രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ സൂര്യോദയത്തിന് മുമ്പായിട്ട് ദീപം തെളിയിക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെ സൂര്യോദയം വന്നു കഴിഞ്ഞു, സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ നേരെ വിളക്ക് കൊളുത്തണം. അതാണ് രാമായണത്തിലൂടെ നമ്മൾ പഠിക്കുന്ന രാമായണത്തിലെ ഓരോരോ കഥകളിലൂടെ മനസ്സിലാക്കുന്നത്. അതേപോലെ സൂര്യൻ ഈ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയമുണ്ട്, അതിനു മുമ്പായിട്ട് നേരെ നമ്മൾ സന്ധ്യയ്ക്കുള്ള ദീപം വൈകുന്നേരത്തെ ദീപം കൊളുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് 2 കാര്യങ്ങൾ. ദീപം കൊളുത്തലാണ് ഒന്നാമത് പഠിക്കേണ്ടത്, ദീപം കൊളുത്തണം. അപ്പോൾ ആ ദീപത്തിൻ്റെ മുമ്പിലിരുന്ന് വേണം നാമം ജപിക്കുവാൻ എന്നാണ് രണ്ടാമത് പഠിക്കേണ്ടത്. സാധാരണ ആളുകൾ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നാമം ചൊല്ലാറില്ല. വിളക്ക് കത്തിക്കും, ഏതെങ്കിലും ഫോട്ടോൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കും. പക്ഷെ ദീപം കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് നാമം ചൊല്ലണം. അതാണ് രാമായണം നമുക്ക് നൽകുന്ന പാഠം. അതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ ദീപം കത്തിച്ച് വെച്ച് ആ വിളക്ക് കൊളുത്തുമ്പോൾ ലൈറ്റ് കാണാനായിട്ടാണെങ്കിൽ ആലക്തിക ദീപങ്ങൾ, നമ്മുടെ ഇലക്ട്രിസിറ്റി കറണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ദീപം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കത്തിക്കുന്നത് ഓട്ടുവിളക്കാണ്. അപ്പോൾ ഓട് എന്നുള്ളത് ചെമ്പും അതേപോലെയുള്ളതായിരിക്കുന്ന ലോഹങ്ങൾ കൊണ്ടും. അപ്പോൾ ചെമ്പുണ്ടതിൽ പിച്ചള ഇങ്ങനെയൊക്കെ തന്നെ വരും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണ കരുതി നിലവിളക്ക് ഓട്ടുവിളക്കാണ് കത്തിക്കുക, ഓടാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ വിളക്ക് കത്തിക്കുമ്പോൾ അതിലെ ആ ധാതുക്കൾ ചൂട് പിടിക്കുന്ന, ആ ചൂട് പിടിക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ ഫ്യൂംസ്, ആ മെറ്റാലിക് ഫ്യൂംസ് പതുക്കെ റിലീസ് ചെയ്യും. പിന്നെ അതിനകത്ത് ഒഴിക്കുന്നത് എണ്ണയാണ്. അപ്പോൾ എണ്ണ എന്ന് വെച്ചാൽ നല്ലെണ്ണയാണ്, പ്രത്യേകിച്ച് എള്ളെണ്ണയാണ്. അപ്പോൾ എള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിക്ക് എള്ളിൽ ഉള്ളതായിരിക്കുന്നത് ഇരുമ്പ് സത്ത് കൂടുതലാണ്. അതേപോലെ ഓക്സിജൻ ഉണ്ട് അതിൽ. അതേപോലെ ധാരാളം ഈ അയൺ കണ്ടൻറ്റ്, ഇരുമ്പ് സത്തുകളുണ്ട്. അപ്പോൾ ആ ഇരുമ്പ് സത്ത് ഉള്ളതായിരിക്കുന്ന എണ്ണ കത്തിക്കുമ്പോൾ അതും അതേപോലെ ഈ ലോഹത്തിൻ്റേതായിരുന്ന എസൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറയും. അതാണ് ചെമ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതായിരുന്ന എസൻഷ്യൽ എലിമെൻറ്റ്സാണ്. അപ്പോൾ എസൻഷ്യൽ എലിമെൻറ്റ്സിൻ്റേതായിരിക്കുന്ന ചെറിയ തോതിലുള്ളത്, വളരെ മൈന്യൂട്ടായിരിക്കും, പക്ഷേ ഫ്യൂംസ് ഉണ്ട്. അതും ഈ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കേണ്ടതായിരിക്കുന്ന അയൺ, ഓക്സിജൻ, അതേപോലെയൊക്കെ തന്നെ അതും എള്ളുന്നിൽ കിട്ടുന്നതായിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ടാണ് നിലവിളക്കിൻ്റെ മുമ്പിൽ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് മനുഷ്യന് ഉണ്ടാകുന്ന രോഗം, പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതോടത്തോളം സ്ത്രീകൾക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു രോഗം എന്താണ്? അനീമിയ എന്നൊരു രോഗമാണ്. അത് രക്തക്കുറവാണ്. അനീമിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പം മനുഷ്യന് അനീമിക്കാവും. അപ്പോഴാണ് ക്ഷീണം വരിക, തളർച്ച വരിക എന്നാണ് പറയും. അപ്പോൾ രാമായണത്തിൽ അത് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ രക്തക്കുറവ് എന്നുള്ളതായിരുന്ന അനീമിക്കാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അനീമിക്ക് ഒരു നല്ല അതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് പറയുന്നു?
അത് ആ സമയത്താണ് നേരെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ വേണ്ട രക്തവും ധാതുക്കളും എല്ലാം തന്നെ എസെൻഷ്യൽ എലിമെൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും, ഓക്സിജനും നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നേരെ സന്ധ്യാദീപം കൊളുത്തണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ സന്ധ്യാദീപം കൊളുത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് നാമം ചെല്ലണം. ആ നാമത്തിൽ ഏറ്റവും പ്രധാന രാമനാമമാണ്. സന്ധ്യയ്ക്ക് ചെല്ലേണ്ടുന്ന രാമനാമങ്ങളാണ് ചെല്ലേണ്ടതെന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ രാമ 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 എന്ന് പറയുമ്പോൾ ആ അന്തരീക്ഷത്തിൻ്റെ മുഴുവൻ തന്നെ ശുദ്ധി ഉണ്ടാകുന്നു എന്നാണ്. രാമനാമം കൊണ്ട് അന്തരീക്ഷം ശുദ്ധമായിട്ട് തീരും. പിന്നെ ആഞ്ജനേയൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ആഞ്ജനേയൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. ഏത് ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ട ആഞ്ജനേയൻ്റെ സാന്നിധ്യം. എവിടെയാണോ രാമ എന്ന് ജപിക്കുന്നത് അവിടെ ആഞ്ജനേയൻ ഉണ്ട് എന്നാണ് സങ്കല്പം. അതാണ് രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പാഠം. പിന്നീട് ആ സമയത്ത് നേരെ ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. സന്ധ്യയ്ക്ക് നാമം ജപിക്കേണ്ട സമയത്ത് ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. കാരണം അത് ശാസ്ത്രീയമായിട്ടെന്ന് വെച്ചാൽ ധാരാളം രോഗാണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അന്തരീക്ഷത്തിലുള്ളതായിരിക്കുന്ന പുകപടലങ്ങളിൽ നിന്ന് വരുന്ന രോഗാണുക്കൾ പരന്നിരിക്കും. അപ്പോൾ സന്ധ്യയ്ക്ക് ഒരു നിശ്ചലാവസ്ഥയുണ്ട്, ഒരു ടൈ അവസ്ഥ, അത് നിശ്ചലാവസ്ഥ. ആ അവസ്ഥയിലാണ് അന്തരീക്ഷ രോഗാണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അത് ഭക്ഷണത്തിലേക്ക് വരും, പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് വരും. അപ്പോൾ രോഗസാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് സന്ധ്യാദീപം കഴിഞ്ഞ് നേരെ വിളക്കണച്ചിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ അത് വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരമല്ല കഴിക്കേണ്ടത്, നാമമാണ് ജപിക്കേണ്ടത് എന്നാണ് നേരെ രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന പാഠം. അപ്പം അത് നേരെ വിളക്ക് കൊളുത്തണമെന്നാണ്. പിന്നീട് ഉള്ളതായിരിക്കുന്ന പാഠം എന്താണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സന്ധ്യാദീപം കൊളുത്തി കഴിഞ്ഞാൽ നേരെ ആ കൊളുത്തുന്നതിന് മുമ്പായിട്ട് വീടൊക്കെ ശുചിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ അപ്പോൾ ശുചിയായ സ്ഥലത്ത് വെക്കണം. അപ്പോൾ വീട് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. അപ്പോൾ ജോലിക്കാരില്ലെങ്കിലും ആ വീടിൻ്റെ മുൻവശമെങ്കിലും നമുക്ക് തന്നെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാനായിട്ട് സാധിക്കണം. അതാണ് ശുചിത്വം എന്നുള്ളതാണ് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് രാമായണ ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ ആ ശുചിത്വമാണ് വേണ്ടത്. അവൻ്റെ ചുറ്റുപാടൊക്കെ തന്നെ നമ്മൾ പതുക്കെ നേരെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം രാമായണം വായിക്കാനായിട്ട്. അപ്പോൾ അത് ശുചിത്വത്തെ നമ്മൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഉള്ളതായിരിക്കുന്ന ആ ശുദ്ധി എന്നാണ് പറയുക. ഭക്ഷണം നമുക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ രാമായണം വായിക്കുന്ന സമയത്ത് നേരെ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല എന്നല്ല, അത് കഴിച്ച് ദഹിച്ചതിന് ശേഷമാണ് ഈ രാമായണം നമ്മൾ ജപിക്കേണ്ടത്. അതുകൊണ്ടാണ് ആഹാരത്തിന് മുമ്പ് വായിക്കണമെന്ന് പറയാൻ കാരണം. മത്സ്യമാംസങ്ങൾ കഴിച്ചാൽ അത് ദഹിക്കാനായിട്ട് സമയമെടുക്കും, സസ്യാഹാരം മാതിരിയല്ല. അപ്പോൾ അത് ദഹിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ രാമായണം വായിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ കഴിയുന്നിടത്തോളം മിതമായിരിക്കുന്ന ആഹാരം കഴിക്കണം എന്നാണ് അതിലൂടെ പഠിക്കുന്നതായി പാഠം. കാരണം രാമായണത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമികൾ ഫലമൂലാദികളാണ് ഭക്ഷിച്ചത്. അപ്പോൾ ഫലമൂലാദികൾ ഭക്ഷിച്ച് നേരെ കഴിയുന്നിടത്തോളം നമ്മുടെ ശുദ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്ക് കാട്ടിലും മേട്ടിലൊക്കെ കയറി പോകാനായിട്ട് ആ ശുദ്ധമായിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് നേരെ പോകുന്നത്. അപ്പോൾ അതേപോലെ രാമായണത്തിലെ ശബരിയുടെയൊക്കെ കഥ പറയുമ്പോൾ നമുക്ക് നേരെ ശബരി നേരെ പഴങ്ങളിങ്ങനെ പെറുക്കി പെറുക്കി വെച്ചു. അപ്പോൾ പെറുക്കി വയ്ക്കുമ്പോൾ താഴ്ത്തി വീണ പഴങ്ങൾ രാമൻ ഇന്ന് വരും എന്ന് വെച്ച് സൂക്ഷിച്ചു വെച്ചു. ശബരി ഒരിക്കലും കടിച്ചു നോക്കിയിട്ടില്ല. ചില വ്യാഖ്യാനങ്ങളിൽ ആളുകൾ പറയും ശബരി നേരെ കടിച്ചു നോക്കിയിട്ട് നല്ലത് എടുത്ത് രാമന് കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും സമ്പ്രദായമുണ്ട്. പക്ഷേ അത് വാൽമീകി രാമായണത്തിൽ, മൂലരാമായണത്തിലും പറയുന്നില്ല, കിളിപ്പാട്ട് രാമായണത്തിലും പറയുന്നില്ല, ഒരു രാമായണത്തിലും പറയുന്നില്ല ശബരി കടിച്ചിട്ട് നേരെ രാമന് കൊടുത്തു എന്ന് പറയില്ല. കാരണം അങ്ങനെ ചെയ്യില്ല എന്ന്. കാരണം കടിച്ചാൽ അത് ഉച്ഛിഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ വിഷാംശങ്ങൾ അതിൽ ലയിക്കുകയും ചെയ്യും. ശബരി എന്താ ചെയ്ത് ദിവസേന രാവിലെ പഴങ്ങളിങ്ങനെ പറിക്കുമ്പോൾ ആ പഴങ്ങൾ എടുത്ത് സൂക്ഷിച്ച് കഴുകി വൃത്തിയായിട്ട് വയ്ക്കും. പിറ്റേ ദിവസം രാമൻ വരാത്തതുകൊണ്ട് എടുത്ത് കളയുന്നതാണ്. അപ്പോൾ ആ ശുദ്ധമായിരിക്കുന്ന പഴങ്ങൾ കഴിക്കണം എന്നാണ് അതിൽ നിന്ന് പഠിക്കുന്നത്. ഇന്നലെ നമ്മൾ പറിച്ചു വെച്ച പഴം ഇന്നൊക്കെ കുറച്ച് അതിൽ കണ്ടാമിനേഷൻ, കുറച്ച് അതിൻ്റെ അണുക്കൾ കയറും. അതുകൊണ്ടാണ് ശബരി അത് കളഞ്ഞു എന്നാണ്. അല്ല ശബരി കടിച്ചു നോക്കിയതല്ല. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന പഴങ്ങൾ മാത്രം പെറുക്കിയെടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം അതെടുത്ത് കളയും. പിറ്റേ ദിവസം വീണ്ടും പഴം പെറുക്കി വെച്ചു.
അങ്ങനെ ശുദ്ധമായിരിക്കുന്ന പഴങ്ങൾ ശബരി കൊടുത്തു എന്നാണ് ഈ കിളിപ്പാട്ടിൽ എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത്, വാത്മീകിയും അപ്രതനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് നേരെ രാമായണത്തിൽ നിന്ന് ശുചിത്വബോധം, ശുചിയായിട്ടിരിക്കണം. നമ്മൾ കാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ശുചിത്വം വേണം എന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കുന്ന ഒരു പ്രധാന പാഠം. പിന്നീട് നേരെ രാത്രി ആയാലും അത് രാത്രി കിടക്കണ സമയത്തായാലും നേരെ ഈശ്വരനാമങ്ങൾ ജപിച്ച് കിടക്കണം. കാരണം ഈശ്വരനാമങ്ങൾ ജപിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത്. മറ്റു ചിന്തകൾ വന്നു കഴിഞ്ഞാൽ രാക്ഷസാദികൾ നമ്മുടെ വന്ന് ആക്രമിക്കും എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നേരെ ഏതൊരു കാര്യത്തിൽ പോകുമ്പോഴും രാമായണത്തിലൂടെ പഠിക്കാൻ മറ്റൊരു കാര്യം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മോഹങ്ങളിൽ പോകാൻ പാടില്ല എന്നാണ്. കാരണം മനസ്സ്, മോഹം എന്ന് വെച്ചാൽ ഭ്രമം എന്നർത്ഥം. അപ്പം നമുക്ക് പോകേണ്ടതായിരിക്കുന്ന ഒരു മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മോഹവസ്തുക്കളിൽ നമ്മുടെ ആ ദൃഷ്ടി അങ്ങോട്ട് പറയാൻ പാടില്ല എന്ന്, മോഹവസ്തുക്കളിലേക്ക് വരാൻ പാടില്ല എന്ന്. കാരണം മോഹവസ്തുക്കളിലേക്ക് ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ സീതയുടെ മനസ്സ് സ്വർണ്ണമാനിലേക്ക് പോയി എന്നാണ്. സ്വർണ്ണമാനിൻ്റെ പുറകെ സീതയുടെ മനസ്സ് പോയപ്പോഴാണ് നേരെ രാവണൻ വന്ന് തട്ടിക്കൊണ്ടു പോയതും അപ്പോൾ നേരെ രാമനെ വിട്ടിട്ട് പോകേണ്ടി വരുന്നത്. അപ്പോൾ ആരായാലും ശരിയാണ്, അത് സീതാദേവി ആയാലും ആരായാലും മനുഷ്യൻ്റെ മനസ്സ് മോഹങ്ങളിലേക്ക് പോകരുത്, യാഥാർത്ഥ്യങ്ങളിൽ നിൽക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വലിയ മോഹങ്ങളിങ്ങനെ വെച്ചിങ്ങനെ പുലർത്തിയിട്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നേരെ അവസാനം നമുക്ക് നഷ്ടങ്ങളുണ്ടാകുന്ന. അപ്പോൾ മോഹങ്ങളല്ല, എപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ കാണണം. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു വീട് വയ്ക്കണം, അപ്പോൾ നമ്മുടെ അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക നമ്മുടെ സോഴ്സസ്, അതിൻ്റെ വരുമാനങ്ങൾ അത് വയ്ക്കണം. അപ്പോൾ മറ്റൊരാളെ കണ്ടിട്ട്, ഇപ്പോൾ ചില ആളുകൾ വലിയ വീട് വയ്ക്കുമ്പോൾ അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് മോഹിച്ചിട്ട് ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ വിദേശത്ത് പോകണം എന്ന് പറയുന്ന കുട്ടികൾ നേരെ വീടൊക്കെ പണയം വെച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ വെറും ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മോഹങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉള്ളതായിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ ഉള്ളതായിരിക്കുന്ന വസ്തുവിനെ കൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിക്കണം. ജീവിക്കുമ്പോൾ യാഥാർത്ഥ്യബോധം വേണം. അതാണ് രാമായണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. അതുകൊണ്ടാണ് അപ്പോൾ മോഹങ്ങളിൽ ചെന്ന് മനസ്സ് കുടുങ്ങാൻ പാടില്ല, യാഥാർത്ഥ്യബോധമാണ് വേണ്ടത് എന്നാണ് രാമായണത്തിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പാഠമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്.